വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈലാബ്ദീൻ തുടരുന്നുണ്ട്. സെയ്ഫ്, ഇക്കാര്യത്തിൽ നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, പ്രതിപക്ഷത്തിന്റെ ഒരു നിർണായകമായ ഇടപെടൽ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. വളരെ ശക്തമായ പ്രക്ഷോഭ പരമ്പരകൾ ഈ വിഷയത്തിൽ കേരളത്തിലുടനീളം പ്രത്യേകിച്ച് തലസ്ഥാനത്ത് ഉയർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സമരത്തിന്റെ ഒരു വിജയം കൂടി ഇവിടെ പറയേണ്ടതുണ്ടല്ലോ. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനകത്ത് സംശയമില്ല രേഷ്മ. ഇത് സിദ്ധാർത്ഥിൻ്റെ രക്ഷിതാക്കളുടെ മാത്രം ആവശ്യം അംഗീകരിച്ചു എന്നതിനപ്പുറം അതിനകത്ത് ചില രാഷ്ട്രീയ ഘടകങ്ങൾ കൂടിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിരുന്ന വിഷയമുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് 20 സ്ഥാനാർത്ഥികളും അവരെ പ്ലേസ് ചെയ്യുന്നു. അവർ സ്ഥാനാർത്ഥികളെല്ലാം കൂടി പ്രചരണത്തിന് ഇറങ്ങുന്നു. ഈ പ്രചരണത്തിന് ഇറങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം വലിയ ചർച്ചയായി വരുന്നത്. 18-ാം തീയതിയാണ് ഈ മരണം സംഭവിക്കുന്നതെങ്കിലും അത് രാഷ്ട്രീയ ചർച്ചയായി വരുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥികളെല്ലാം റോഡ് ഷോ നടത്തി മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞാണ് ഇത് പ്രതിപക്ഷ സംഘടനകൾ ഇതിനെ ആളിക്കത്തിക്കുന്നത് പറഞ്ഞാൽ 2-3 ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി തന്നെ അത് മാറുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പ്രതിപക്ഷ സംഘടനകൾ യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ KSU, രാജ്യസഭ MP ഒക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയം, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നായി ആ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്ക സമയത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആ സമയത്ത് അതിനെ കത്തിച്ചു നിർത്താൻ പ്രതിപക്ഷ സംഘടനകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയമായി അവരുടെ വിജയമായിരുന്നു. ആ രാഷ്ട്രീയ വിജയത്തിൻ്റെ മറ്റൊരു തുടർച്ചയായിട്ട് വേണം ഈ CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തെയും. അതിന് പിന്നിലെ കാരണം, ഇത് അന്വേഷണം പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിപക്ഷം ഇതിനകത്ത് സമരം നടത്തി മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസ് കൂടി സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചപ്പോൾ 20 മണ്ഡലങ്ങളിലെ കളം നിറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രചരണം, തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിൻ്റെ മരണം ഒരു രാഷ്ട്രീയ ചർച്ചയാക്കി ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഗുണം ചെയ്യില്ല, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന ബോധ്യം CPM-ന്റെ നേതാക്കന്മാർക്ക് ഉണ്ടായി. അങ്ങനെയാണ് CPM-ന്റെ നേതൃതലത്തിൽ ഈ ചർച്ച വരുന്നത്. അങ്ങനെയാണ് CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. രേഷ്മ. ശരി സേഫ്, സിദ്ധാർത്ഥന്റെ കുടുംബം ശക്തമായി തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ സംഘടനകൾക്കൊപ്പം തന്നെ ആ കുടുംബത്തിന്റെ മനസാന്നിധ്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഒരു മകന്റെ നീതിക്ക് വേണ്ടി അച്ഛൻ നിലവിളിച്ചതിന്റെ ഒരു റിസൾട്ട് കൂടിയാണ്, പരിണത ഫലം കൂടിയാണ് ഇപ്പോൾ CBI ഈ കേസ് അന്വേഷിക്കാനുള്ള ഒരു തീരുമാനം. സേഫാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.